أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قل إن كنتم تحبون الله فاتبعوني يحببكم الله ويغفر لكم ذنوبكم والله غفور رحيم قل أطيعوا الله والرسول فإن تولوا فإن الله لا يحب الكافرين. സ്നേഹമുള്ള സഹോദരന്മാരെ, കാലിക പ്രസക്തമായിട്ടുള്ള സന്ദർഭോചിതമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ശ്രദ്ധയിൽപ്പെടുത്തേണ്ട ചില വിഷയങ്ങളാണ് ഇമാം ഇന്ന് ഖുത്ബയിലൂടെ നമ്മോട് ഉണർത്തിയത്. ലോകത്തിനാകമാനം നിയോഗിക്കപ്പെട്ട ലോകഗുരു അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ അഷ്റഫുൽ ഖൽഖിന്റെ നിയോഗം ലോകത്തെ അജ്ഞതയുടെ ഇരുട്ടിനെ മാറ്റിക്കൊണ്ട് ജനങ്ങളെ ഹിദായത്തിന്റെ വെളിച്ചത്തിലേക്ക്, വിശുദ്ധ ഖുർആനിന്റെ നൂറിലേക്ക് തെളിയിച്ചു എന്നതും ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മീന റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ, അജ്ഞരായിരുന്ന ആളുകൾക്കിടയിൽ നിന്ന് അറിവും യുക്തിയും അതേപോലെ തന്നെ ബോധവും പകർന്നു നൽകിക്കൊണ്ട് ജനങ്ങളെ നന്മയിലേക്ക് ആനയിക്കാൻ വേണ്ടി അള്ളാഹു നിയോഗിച്ച മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 23 വർഷക്കാലത്തെ തന്റെ പ്രബോധന ജീവിതത്തിൽ ഇസ്ലാം എന്തായിരിക്കണം, എങ്ങനെയായിരിക്കണമെന്ന് വളരെ കൃത്യമായിട്ട് മനുഷ്യർക്ക്, മാനവരാശിക്ക് റസൂൽ തിരുമേനി ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ മാത്രമല്ല, അവസാന കാലത്തിൽ അന്ത്യദിനത്തിൽ ജനിക്കുന്ന കുഞ്ഞിനു പോലുമുള്ള ആ സമയത്തേക്കുള്ള ആളുകൾക്കുമുള്ള എല്ലാ മാർഗനിർദ്ദേശങ്ങളും, എല്ലാ കാര്യങ്ങളും, എല്ലാ കൽപ്പനാ നിർദ്ദേശങ്ങളും പൂർണ്ണമായിട്ടും റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പൂർത്തീകരിച്ചു തന്നിട്ടുണ്ട്. ആ പൂർത്തീകരിച്ചു തന്ന ദീനിനെ സ്വീകരിക്കുകയും തൃപ്തിപ്പെടുകയും അത് മതമായിട്ട് അംഗീകരിക്കുകയും ചെയ്യുക എന്നതാണ് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. അതിനപ്പുറം ആരെങ്കിലും ആഗ്രഹിക്കുകയാണെങ്കിൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വജീവിതത്തിലൂടെ കാണിച്ചു തരികയും അത് മാതൃകയായി ജീവിച്ച സഹാബാക്കൾ, സഹാബ കിറാം, അവർ നമുക്ക് മാതൃക കാണിച്ചു തരികയും ചെയ്ത ആ ജീവിതം കൊണ്ട് ആരെങ്കിലും തൃപ്തിപ്പെടാതിരിക്കുകയാണെങ്കിൽ, അതിനപ്പുറത്ത് ചിലത് കൂടി മതമായിട്ട് സ്വീകരിക്കണമെന്ന് ആരെങ്കിലും ആഗ്രഹിക്കുകയാണെങ്കിൽ അവൻ അള്ളാഹുവിന്റെ മതമല്ലാത്ത മറ്റു മതങ്ങളെ ആഗ്രഹിക്കുന്നവരാണെന്നും, അങ്ങനെ അള്ളാഹുവിന്റെ മതമല്ലാത്ത മറ്റു മതങ്ങളെ ആരെങ്കിലും ആഗ്രഹിക്കുകയാണെങ്കിൽ അവന് തോന്നിയ വഴിയിലൂടെ അവൻ നയിക്കുകയും അവൻ പിന്നെ നരകത്തിലേക്ക് എത്തിച്ചേരുകയും ചെയ്യുമെന്ന വിശുദ്ധ ഖുർആന്റെ വചനവും പാഠവുമാണ് ഇമാം നമ്മോട് ആവർത്തിച്ചു ഉണർത്തിയത്, നമ്മെ ബോധ്യപ്പെടുത്തിയത്. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ ഖുത്ബകളും തുടങ്ങുമ്പോൾ വളരെ ശക്തമായിട്ട് ബോധനം നൽകിയിരുന്ന, ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുത്തിരുന്ന ഒരു വിഷയമാണ് വകുല്ലു മുഹദസത്തിൻ ബിദ്അ വകുല്ലു ബിദ്അത്തിൻ ളലാല വകുല്ലു ളലാലത്തിൻ ഫിന്നാർ. എല്ലാ പുതുനിർമ്മിതമായ കാര്യങ്ങളും മതത്തിൽ ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് പുതുതായിട്ട് നിർമ്മിച്ചുകൊണ്ട് ഇന്നു മുതൽ ഇതും ഇസ്ലാം ദീനാണെന്ന് ആരെങ്കിലും പറയുകയാണെങ്കിൽ അത് ബിദ്അത്താണ്, അഥവാ പുതുതായിട്ട് മതത്തിൽ നിർമ്മിച്ചതാണ്. വകുല്ലു ബിദ്അത്തിൻ ളലാല, എല്ലാ ബിദ്അത്തുകളും മനുഷ്യനെ വഴികേടിലേക്കാണ് നയിക്കുക. വകുല്ലു ളലാലത്തിൻ ഫിന്നാർ, അങ്ങനെ വഴികേടിലേക്ക് എത്തിച്ചേർന്നാൽ പിന്നെ ആ മനുഷ്യൻ എത്തിച്ചേരുക നരകത്തിലാണെന്ന് അഷ്റഫുൽ ഖൽഖിന്റെ തിരുനാവ് കൊണ്ട് എല്ലാ പ്രസംഗങ്ങളുടെയും ആമുഖത്തിൽ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരുന്നെന്ന് പറഞ്ഞാൽ നമ്മൾ വളരെ സൂക്ഷ്മതയോടുകൂടി, വളരെ ശ്രദ്ധയോടുകൂടി റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വജീവിതം കൊണ്ട് കാണിച്ചു തരാത്ത കാര്യങ്ങളെ മതമായിട്ട് ആരെങ്കിലും സ്വീകരിക്കുകയാണെങ്കിൽ വളരെ ശ്രദ്ധയോടുകൂടി അതിനെ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യണമെന്നാണ് ഇമാമിന്റെ ഖുത്ബയുടെ സാരം. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം 23 വർഷക്കാലത്തെ വഹ്യ്, ആ ഓരോ ആവശ്യവും ഓരോ കാര്യങ്ങളും കൃത്യമായിട്ട് അള്ളാഹു അത് ഓരോ സന്ദർഭത്തിലായി ഇറക്കി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഹജ്ജത്തുൽ വിദാഇലെ വിടവാങ്ങൽ പ്രസംഗത്തിൽ ഇമാം ഖുത്ബയിൽ നമ്മോട് പ്രത്യേകമായിട്ട് അത് പറഞ്ഞു. ആ 10,000 സഹാബികളെ സാക്ഷി നിർത്തിക്കൊണ്ട് അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന, ഇന്ന് മതമായിട്ട് ഇസ്ലാമിനെ നിങ്ങൾക്ക് തൃപ്തിപ്പെട്ട് പൂർത്തീകരിച്ചു തന്നിരിക്കുന്നു എന്ന് സൂറത്തുൽ മാഇദയിലെ 5-ാമത്തെ ആയത്തിന്റെ ഒരു ഭാഗമാണത്. നമുക്ക് പരിശോധിക്കാൻ സാധിക്കും. അൽയൗമ, ഇന്നേ ദിവസം, അക്മൽതു ലക്കും, നാം നിങ്ങൾക്ക് കാമിലാക്കി ഷാമിലാക്കി തന്നിരിക്കുന്നു, സമ്പൂർണ്ണമാക്കി തന്നിരിക്കുന്നു. അക്മൽതു ലക്കും ദീനക്കും, മതം എന്താണോ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളത്, ദീനായിട്ട് എന്താണോ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളത്, ആ ദീനെ നിങ്ങൾക്ക് നാം പൂർത്തീകരിച്ചു തന്നിരിക്കുന്നു. അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി, എന്റെ അനുഗ്രഹങ്ങളെ നിങ്ങൾക്ക് തൃപ്തിപ്പെട്ട് പൂർത്തീകരിച്ചു തന്നിരിക്കുന്നു. വറദീതു ലക്കും, നിങ്ങൾക്ക് തൃപ്തിപ്പെട്ട് തന്നിരിക്കുന്നു, എന്റെ അനുഗ്രഹം നിങ്ങൾക്ക് പൂർത്തീകരിച്ചു തന്നിരിക്കുന്നു.
അങ്ങനെ അള്ളാഹുവിന്റെ അനുഗ്രഹമാകുന്ന ഇസ്ലാം ദീനിനെ, അള്ളാഹുവിന്റെ ഫضലാകുന്ന ഹുദയാകുന്ന ഈ ഖുർആനിനെ അത് അള്ളാഹു പൂർണ്ണമാക്കി അത് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാവിലൂടെ, പ്രവർത്തനങ്ങളിലൂടെ, അംഗീകാരങ്ങളിലൂടെ മനുഷ്യകുലത്തിന് സമ്പൂർണ്ണമാക്കി തന്നിട്ടാണ് അഷ്റഫുൽ ഖൽഖ് വിടവാങ്ങിയത്. ഇനി ആരെങ്കിലും ഏതെങ്കിലും ഒരു പുതിയ കാര്യം ഇസ്ലാം മതത്തിലേക്ക് കൂട്ടിച്ചേർക്കുകയാണെങ്കിൽ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ റിസാലത്ത് പൂർണ്ണമാക്കാതെയാണ് പോയത്. അഷ്റഫുൽ ഖൽഖിന് അത് അറിഞ്ഞില്ല, അല്ലെങ്കിൽ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പൂർണ്ണമായും പഠിപ്പിച്ചില്ല എന്ന വാദത്തിന് സമാനമായിരിക്കും അങ്ങനെ ഒരു പുതിയ കാര്യം ആരെങ്കിലും മതത്തിലേക്ക് കൂട്ടിച്ചേർക്കുകയാണെങ്കിൽ എന്നാണ് ഇമാം നമ്മോട് പറഞ്ഞത്. ഇമാം ധാരാളം ആയത്തുകൾ ഈ വിഷയമായിട്ട് ഖുർആനിന്റെ എമ്പാടും ഉദാഹരണങ്ങൾ നമ്മുടെ മുൻപിൽ വെച്ചു. പ്രധാനമായിട്ടും സൂറത്ത് അഹ്സാബിലെ 3-4 സൂക്തങ്ങൾ അദ്ദേഹം നമ്മുടെ മുൻപിൽ വെച്ചു. യാ അയ്യുഹൻ നബിയു ഇന്നാ അർസൽനാക ഷാഹിദൻ വമുബശ്ശിറൻ വനദീറാ. യാ അയ്യുഹൻ നബിയു, അല്ലയോ നബിയെ, അല്ലയോ പ്രവാചകരെ, ഇന്നാ അർസൽനാക, തീർച്ചയായിട്ടും താങ്കൾ നാം അയച്ചിട്ടില്ല, തീർച്ചയായിട്ടും താങ്കൾ നാം അയച്ചിരിക്കുന്നത് ഷാഹിദൻ, സാക്ഷിയായിക്കൊണ്ടാണ്, വമുബശ്ശിറൻ, സന്തോഷ വാർത്ത അറിയിക്കുന്നവനും, വനദീറൻ, മുന്നറിയിപ്പ് നൽകുന്നവനുമായിട്ടാണ്. സ്വർഗത്തെക്കുറിച്ചുള്ള സന്തോഷ വാർത്തയും നരകത്തെക്കുറിച്ചുള്ള മുന്നറിയിപ്പും അതേപോലെ ജനങ്ങൾക്ക് മുഴുവൻ മോഡലായിക്കൊണ്ട്, മാതൃകയായിക്കൊണ്ടാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു നിയോഗിച്ചത്. വേറെയും അധ്യായങ്ങളിൽ ഇതേ കാര്യം ആവർത്തിക്കുന്നുണ്ട്. താങ്കൾ ജനങ്ങൾക്ക് മാതൃകയാകാൻ, ജനങ്ങൾ മറ്റുള്ള ആളുകൾക്ക്, മുസ്ലിങ്ങളല്ലാത്ത ആളുകൾക്ക് മാതൃകയാക്കാൻ വേണ്ടിയാണെന്ന് പറയുന്ന ആയത്തുകൾ നമുക്ക് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ ഇമാം ഉദ്ധരിച്ച ഇതിനു ശേഷമുള്ള മറ്റൊരു ആയത്ത് വദാഇയൻ ഇലല്ലാഹി ബിഇദ്നിഹി വസിറാജൻ മുനീറ. വദാഇയൻ ഇലല്ലാഹ്, അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്നവൻ, അള്ളാഹുവിലേക്ക് ആളുകളെ വിളിക്കുന്നവൻ, അള്ളാഹു അല്ലാത്ത മറ്റു പലരെയും വിളിച്ചാരാധിക്കുന്ന, അവരോട് സങ്കടങ്ങൾ പറയുന്ന, അവരോട് ആവശ്യങ്ങൾ ബോധിപ്പിക്കുന്ന, അവരുടെ മുൻപിൽ കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന, അവരുടെ മുൻപിൽ മനസ്സിന്റെ സങ്കടങ്ങളും പ്രാർത്ഥനകളും വേദനകളും വ്യതകളും ഇറക്കി വെക്കുന്ന ആളുകൾക്ക് മുൻപിൽ നിങ്ങളെ സൃഷ്ടിച്ച, നിങ്ങളുടെ മനസ്സിന്റെ നൊമ്പരങ്ങൾ അറിയുന്ന, നിങ്ങളുടെ മനസ്സിന്റെ വസ്വാസുകൾ അറിയുന്ന ആ റബ്ബിലേക്ക് നിങ്ങൾ തേടുക, ആ റബ്ബിനെ നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുക, അവനോട് നിങ്ങൾ നിങ്ങളുടെ സങ്കടങ്ങൾ പറയുക, അവനോട് നിങ്ങൾ പ്രാർത്ഥിക്കുക. അവൻ ഹയ്യാണ്, ഖയ്യൂമാണ്, എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ്, എല്ലാം നിയന്ത്രിക്കുന്നവനാണ്, ഖബീറാണ്, മുഹീത്താണ്, എല്ലാം ചൂന്നറിയുന്നവനാണ്, അവരെ വലയം ചെയ്തിരിക്കുന്നവനാണ്, അലീമാണ്, ബസീറാണ്, എല്ലാറ്റിനെ കുറിച്ചും സൂക്ഷ്മമായി അറിവുള്ള, എല്ലാറ്റിനെ കുറിച്ചും സൂക്ഷ്മമായി കണ്ടുകൊണ്ടിരിക്കുന്നവനാണ്. അവൻ റഹ്മാനാണ്, റഹീമാണ്, പരമകാരുണ്യവാനാണ്, കരുണാവാരിധിയാണ്, അവൻ റസാഖാണ്, റാസിഖാണ്, എന്തും ചോദിച്ചാൽ ആർക്കും റിസ്ക് നൽകാൻ കഴിവുള്ളവനാണ്. അവൻ വഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ, അവൻ എല്ലാറ്റിനും കഴിവുള്ളവനാണ്. അങ്ങനെയുള്ള റബ്ബിനെ, അങ്ങനെയുള്ള സൃഷ്ടാവിനെ, അങ്ങനെയുള്ള നാഥനെ, അവനെ നിങ്ങൾ വിളിക്കുക എന്ന് അവനിലേക്ക് ആളുകളെ ക്ഷണിക്കാൻ കൂടിയാണ് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു നിയോഗിച്ചത്. വദാഇയൻ ഇലല്ലാഹി ബിഇദ്നിഹി വസിറാജൻ മുനീറ. അതേപോലെ തന്നെ ജനങ്ങൾക്ക് മാർഗദർശനം കാണിക്കുന്നൊരു സത്യത്തിന്റെ വിളക്കുമാടമായിട്ട്, ആളുകളെ സത്യത്തിലേക്ക് നയിക്കുന്നൊരു പ്രകാശമായിട്ടാണ് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു നിയോഗിച്ചത്. വബശ്ശിരിൽ മുഅ്മിനീന ബിഅന്ന ലഹും മിനല്ലാഹി ഫളൻ കബീറ. അങ്ങനെ അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്ന, ക്ഷണം സ്വീകരിക്കുന്ന, പ്രവാചകന്റെ മാതൃകയിൽ തൃപ്തി കാണിക്കുന്ന ആളുകൾക്ക് സന്തോഷ വാർത്ത അറിയിക്കുവാൻ കൂടി വബശ്ശിരിൽ മുഅ്മിനീന, സത്യവിശ്വാസികൾക്ക് സന്തോഷ വാർത്ത അറിയിക്കുക. ബിഅന്ന ലഹും മിനല്ലാഹി, തീർച്ചയായിട്ടും അവർക്ക് അള്ളാഹുവിന്റെ പക്കൽ നിന്ന് ലഭിക്കും ഫളൻ കബീറ, ധാരാളം അനുഗ്രഹങ്ങൾ. ഇതവരെ പഠിപ്പിക്കാൻ വേണ്ടി നിയുക്തനായിട്ടുള്ള അവസാന പ്രവാചകനാണ്, ഖാത്തമുൽ അംബിയ ആണ് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ. നമ്മുടെ നാട്ടിൽ ഖാദിയാനികൾ എന്നൊരു വിഭാഗമുണ്ട്. ഇന്ത്യയുടെ വടക്ക് ഭാഗങ്ങളിലും അതേപോലെ തന്നെ പാകിസ്ഥാന്റെ ചില ഭാഗങ്ങളിലും അവർ വിശ്വസിക്കുന്നത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവസാനത്തെ പ്രവാചകനല്ല, ഇനിയും പ്രവാചകരുണ്ട്. അങ്ങനെ മീർസ ഗുലാം അഹമ്മദ് ഖാദിയാനി, അവരുടെ പ്രവാചകൻ, അവരുടെ പ്രവാചകനായിട്ട് അവർ അംഗീകരിക്കുന്ന ആൾ, ആ പ്രവാചകത്വത്തെ കുറിച്ച് നിഷേധിക്കുന്ന വചനം കൂടി ഇമാം ഇവിടെ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തി. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനത്തെ പ്രവാചകനാണെന്നത് വിശുദ്ധ ഖുർആനിന്റെ പ്രഖ്യാപനമാണ്, അള്ളാഹുവിന്റെ പ്രഖ്യാപനമാണ്. സൂറത്ത് അഹ്സാബിലെ 40-ാമത്തെ സൂക്തം, മാ കാന മുഹമ്മദുൻ അബാ അഹദിൻ മിൻ റിജാലിക്കും വലാകിൻ റസൂലുള്ളാഹി വഖാത്തമുൻ നബിയ്യീൻ. മുഹമ്മദ് നിങ്ങളിൽ ഒരു പുരുഷന്റെയും പിതാവല്ല, മറിച്ച് അള്ളാഹുവിന്റെ ദൂതനാണ്, അവസാനത്തെ പ്രവാചകനാണ്. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു പഠിപ്പിച്ചു, മസലി വ മസലിൽ അംബിയാഇ കമസലി റജുലിൻ, എന്റെയും പൂർവിക പ്രവാചകന്മാരുടെയും ഉപമ ഒരു മനുഷ്യനെ പോലെയാണ്. ബനാ ബൈത്തൻ, അയാൾ ഒരു വീടുണ്ടാക്കി, വയുജമ്മിലുഹു വയുഹസ്സിനുഹു, ആ വീടിന്റെ എല്ലാ കാര്യങ്ങളും ശരിയാക്കി ഭംഗിയാക്കി, എന്നിട്ട് ആളുകൾ ആ വീട് ചുറ്റി നടന്ന് കാണുന്നു. ഒരിഷ്ടിക മാത്രം ആ
വീടിൽ ആ ചുമരിൽ വെച്ചിട്ടില്ല. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ആളുകൾ അഭിപ്രായപ്പെട്ടു, ഈ ഒരു ഇഷ്ടിക മാത്രം എന്തേ വെക്കാത്തത്? റസൂൽ തിരുമേനി പറയുന്നു, വഅന ആജിറുൻ, ഞാനാണ് ആ ഇഷ്ടിക. അഥവാ പ്രവാചകന്മാരാൽ പടുത്തുയർത്തപ്പെട്ട ഭവനത്തിലെ അവസാനത്തെ ഇഷ്ടികയാണ് ഞാൻ. അന ഖാത്തമുൻ നബിയീൻ, ഞാൻ പ്രവാചകന്മാരുടെ പര്യവസാനമാകുന്നു എന്നും ഈ 40-ാമത്തെ ആയത്തും അതിനെ വിശദീകരിച്ചുകൊണ്ട് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഹദീസും ചേർത്ത് വെച്ചാൽ മുസ്ലിം ലോകത്തിന് പിന്നെ സംശയമില്ല, മുസ്ലിങ്ങളെല്ലാം ലോകത്തിനായിട്ട് നിയുക്തരായിട്ടുള്ള പ്രവാചക പരമ്പരയുടെ അവസാന കണ്ണിയാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. അതുകൊണ്ട് തന്നെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊണ്ടുവന്ന ദീൻ അത് സമ്പൂർണ്ണമാണ്. ആ പ്രവാചകൻ കൊണ്ടുവന്ന വഹീന്റെ ക്രോഡീകരണമായിട്ടുള്ള ഖുർആൻ, ആ ഖുർആനിലും ഒരു മാറ്റത്തിരുത്തലുകൾക്കും ലോകത്തൊരാൾക്കും സാധ്യമല്ല. സൂറത്ത് ഹിജ്റിലെ 16-ാമത്തെ അധ്യായമായ സൂറത്ത് ഹിജ്റിലെ 9-ാമത്തെ വചനത്തിൽ അള്ളാഹു അതെടുത്തു പറഞ്ഞു, ഇന്നാ നഹ്നു നസ്സൽനാ ദിക്റ വഇന്നാ ലഹു ലഹാഫിദൂൻ, തീർച്ചയായിട്ടും നാമാണ് ഈ ഗ്രന്ഥം അവതരിപ്പിച്ചത്, ഈ ഉത്ബോധനത്തെ നാമാണ് അവതരിപ്പിച്ചത്, നാം തന്നെ അതിനെ സംരക്ഷിക്കുകയും ചെയ്യും. 1400 വർഷങ്ങൾക്ക് ശേഷവും ആരുടെ മുൻപിലും അതിന്റെ ഒറിജിനൽ ടെക്സ്റ്റ് ലോകത്തെവിടെയും നമുക്ക് പൊക്കി കാണിക്കാൻ കഴിയുന്നു. ലോകത്തൊരു മതവിഭാഗത്തിനും അത് സാധ്യമല്ല. ഹൈന്ദവ, ക്രിസ്തവ, ജൂത മതവേദങ്ങൾ അവരുടെ ആ ഒറിജിനൽ ടെക്സ്റ്റിൽ ഇന്ന് ലോകത്ത് ലഭ്യമല്ല. അരാമിക് ഭാഷയിലോ സുറിയാനി ഭാഷയിലോ ഉള്ള ഒരു ബൈബിളും ലോകത്തുനിന്നില്ല. അതേപോലെ തന്നെ മൂസാ നബി അലൈഹി സ്വലാം സംസാരിച്ച ഭാഷയിലുള്ള ആ കൽപ്പനകളിലെ അതേ കൽപ്പനകളിൽ എഴുതപ്പെട്ടത് ലോകത്തുനിന്ന് എവിടെയും ക്രോഡീകരിക്കപ്പെട്ടിട്ടില്ല. പിന്നീട് ഗ്രീക്ക് ഭാഷയിലേക്കും ഹീബ്രു ഭാഷയിലേക്കും ഒക്കെ ആ പരിഭാഷ ചെയ്ത ഫലകങ്ങളും ഏടുകളും മാത്രമാണ് ക്രിസ്തീയ ലോകത്തും അതേപോലെ തന്നെ യഹൂദ ലോകത്തും ഇന്ന് ലഭ്യമായിട്ടുള്ളത്. ഹൈന്ദവ സഹോദരങ്ങൾക്കാണെങ്കിൽ അവരുടെ വേദങ്ങളും വേദാന്തങ്ങളും ഉപനിഷത്തുകളും ശ്രുതികളും സ്മൃതികളും അതൊരു ക്രോഡീകരിക്കപ്പെട്ട രൂപത്തിൽ ഇന്നും ലോകത്ത് ലഭ്യമല്ല. വ്യാസൻ രചിച്ചതും വാൽമീകി രചിച്ചതും അതേപോലെയുള്ള മഹർഷിമാർ കേട്ടതും അവരുടെ ശ്രുതികളിലൂടെ സ്മൃതികളിലൂടെ ലോകത്തിന് ലഭിച്ചതല്ലാതെ കൃത്യമായിട്ട് ദൈവത്തിൽ നിന്നും അവതീർണമായിട്ടുള്ള ഏടായിട്ടും അല്ലെങ്കിൽ ഗ്രന്ഥമായിട്ടും ഇതുപോലെ മുസ്ലിങ്ങൾക്ക് കാണിച്ചു കൊടുക്കാനുള്ളത് പോലെ അഭിമാനത്തോടുകൂടി ലോകത്തുള്ള മറ്റു മതവിഭാഗങ്ങൾക്കിടയിൽ ഉയർത്തി കാണിക്കാനുള്ളത് പോലെ ഒരു ഒറിജിനൽ ടെക്സ്റ്റ് ലോകത്തുള്ള മറ്റൊരു മതവിഭാഗങ്ങൾക്കുമില്ല, മറ്റൊരു ജനവിഭാഗങ്ങൾക്കുമില്ല. അതുകൊണ്ട് തന്നെ അന്തസ്സോടുകൂടി അഭിമാനത്തോടുകൂടി നമുക്ക് ലോകത്തോട് പറയാൻ കഴിയും, ഈ ദീൻ മൻ റദിയ ബില്ലാഹി റബ്ബ വബിൽ ഇസ്ലാമി ദീന വബി മുഹമ്മദൻ റസൂല, ആരെങ്കിലും അല്ലാഹുവിനെ റബ്ബായിട്ടും മുഹമ്മദിനെ പ്രവാചകനായിട്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകനായിട്ടും അതേപോലെ തന്നെ ഇസ്ലാമിന് ദീനായിട്ടും ആരെങ്കിലും തൃപ്തിപ്പെട്ടാൽ ഈമാൻ, അവനാണ് ഈമാനിന്റെ ടേസ്റ്റ് അറിഞ്ഞവൻ, ഈമാനിന്റെ മാധുര്യം ആസ്വദിച്ചവൻ എന്ന് നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അങ്ങനെയുള്ള ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഇമാം, അവന് സത്യമേത് അസത്യമേത് എന്നറിയാനുള്ള ഗ്രന്ഥം, അവന് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള വ്യവച്ഛേദിച്ച് തിരിച്ചറിയാനുള്ള ഫുർഖാൻ, അതേപോലെ തന്നെ അവന്റെ കാര്യങ്ങൾക്ക് വ്യക്തത വരുത്താനുള്ള ബയാൻ, അവന്റെ അസത്യവും സത്യവും തിരിച്ചറിയാനുള്ള ബുർഹാൻ, അതേപോലെ തന്നെ അവന്റെ ജീവിതത്തിലെ ഇരുട്ടുകളിലേക്ക് വെളിച്ചം വീശുന്ന നൂറായിട്ട് ഹുദയായിട്ട് അങ്ങനെ മുഫസ്സിലായിട്ട് തഫ്സീലായിട്ട് ശിഫയായിട്ട് അവലംബിക്കാനുള്ള ഒരേ ഒരു ഇമാം, ഒരേ ഒരു മാതൃകാ ഗ്രന്ഥം, ഒരേ ഒരു അറിവിന്റെ സ്രോതസ് അത് വിശുദ്ധ ഖുർആൻ മാത്രമാണ്. ഖബറിൽ വെക്കുമ്പോൾ ചോദിക്കുമ്പോൾ നമുക്കറിയാം ഇമാമുക്കാന്റെ ഇമാം ആരാണെന്ന് ചോദിച്ചാൽ അവിടെ നമ്മൾ കൊടുക്കേണ്ട മറുപടി ഇമാം ഈ ഖുർആൻ, എന്റെ ഇമാം ഖുർആനായിരുന്നു. ഖുർആനിൽ എന്താണോ ഉള്ളത് അതാണ് ഞാൻ എന്റെ ജീവിതത്തിന്റെ മുൻപിൽ, ജീവിതത്തിന്റെ വഴിത്താരകളിൽ ശരിയേത് തെറ്റേത് എന്നെനിക്ക് തർക്കം വന്നപ്പോൾ, എനിക്ക് സംശയം വന്നപ്പോൾ ഞാൻ സ്വീകരിച്ചത്, ഞാൻ മാനദണ്ഡമാക്കിയത് ഈ ഖുർആനായിരുന്നു എന്നും അന്തസ്സോടുകൂടി അഭിമാനത്തോടുകൂടി ആർജവത്തോടുകൂടി കബറിടത്തിൽ വെച്ച് നമുക്ക് പറയാൻ കഴിയണമെങ്കിൽ എന്താണ് ഈ ഖുർആനിലുള്ളത് എന്ന് ജീവിതത്തിൽ അള്ളാഹു നമുക്ക് നൽകി ആയുസ്സും ആരോഗ്യവും അവസരവും ഉപയോഗിച്ചുകൊണ്ട് പഠിക്കാൻ നമ്മൾ തയ്യാറാകണം. ആരെങ്കിലും എഴുതിയ പരിഭാഷകളെങ്കിലും നമ്മളൊന്ന് വായിക്കാൻ ശ്രമിക്കണം. അതിൽ കക്ഷിഭേദം കാണിക്കേണ്ടതില്ല, മുൻധാരണ വേണ്ടതില്ല. നമുക്കൊരു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ ഈ ഖുർആനിൽ എന്താണ് അള്ളാഹു നമ്മോട് പറഞ്ഞതെന്ന് പഠിക്കാൻ നമ്മൾ തയ്യാറാകണം. കാരണം ഇതിന്റെ വില അറിയാത്തത് കൊണ്ടാണ്. അമുസ്ലിങ്ങളായ ആളുകൾ ആരെങ്കിലും ഇസ്ലാമിലേക്ക് കടന്നു വന്നാൽ അവർക്കതിന്റെ വില മനസ്സിലാകുന്നു, അവർ ഖുർആൻ വായിക്കാനും പഠിക്കാനും തയ്യാറാകുന്നു. പക്ഷേ പാരമ്പര്യമായിട്ട് ഇസ്ലാമിൽ മുസ്ലിം ഉമ്മയുടെയും ഉപ്പയുടെയും മകളായി പിറന്ന ആളുകൾ അവർ ഖുർആൻ പഠിക്കാൻ തയ്യാറാകുന്നില്ല. എന്താണ് ഈ ഖുർആനിലുള്ളതെന്ന് പഠിക്കാനും അറിയാനും തയ്യാറാകുന്നില്ല. പലരും പറയുന്നത് ഞങ്ങൾക്ക് അതിന്റെ അർത്ഥം അറിയില്ല, അതിന്റെ ആശയം അറിയില്ല എന്നാണ്. നമുക്ക് ഗൾഫിൽ നിന്നും ഒരു വിസ വന്നാൽ ആ വിസയിലുള്ള ശമ്പളത്തെക്കുറിച്ച്, ജോലിയെക്കുറിച്ച്, അതിലുള്ള ഓരോ ടേംസ് ആൻഡ് കണ്ടീഷനെ കുറിച്ചും നമുക്കറിയില്ലെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യുക? അറിയുന്ന ആളോട് ചോദിക്കും. ഒരാളോടല്ല, 2-3 ആളുകളോട് ചോദിച്ചുകൊണ്ട് നമ്മളത് ഉറപ്പുവരുത്തും. കാരണം നമ്മുടെ മഹീഷത്തിനുള്ള കാര്യമാണ്. 10-60 കൊല്ലം ജീവിക്കാനുള്ള ജീവിതത്തിലേക്ക് 1-2 വർഷം അല്ലെങ്കിൽ 5-10 വർഷം ജോലി എടുക്കാനുള്ള, ശമ്പളം വാങ്ങാനുള്ള
കൂലി കിട്ടാനുള്ള ഒരു വിഷയമാണ്. അതിലൊരു വരിയും ആ കരാറ്, ആ എഗ്രിമെന്റ്, ആ വിസ പേപ്പർ, അതുമായി ബന്ധപ്പെട്ട കടലാസുകൾ, നിബന്ധനകൾ 10 പേജുണ്ടെങ്കിലും 100 പേജുണ്ടെങ്കിലും ഒക്കെ നമ്മൾ വായിക്കും. അതിലെ ഓരോ കണ്ടീഷനും നമ്മൾ അറിയുന്നവരടുത്ത് പോയി ഇരുന്ന് പഠിച്ച് ചോദിച്ചറിഞ്ഞ് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമാണ് നമ്മൾ അതുമായിട്ട് ഗൾഫിലേക്ക് വരിക, അല്ലെങ്കിൽ അതിനോട് പ്രതികരിക്കുക. എന്തേ അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് 7 ആകാശങ്ങൾക്കപ്പുറത്ത് നിന്ന് മലക്ക് ജിബ്രീൽ മുഖേന ലോകത്ത് സൃഷ്ടിക്കപ്പെട്ട മനുഷ്യരിൽ അത്യുത്തമനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തെരഞ്ഞെടുത്തുകൊണ്ട് അള്ളാഹു നമുക്കായി നൽകിയ ഈ ഗ്രന്ഥം അത് പഠിക്കാനും അറിയാനും നമുക്ക് കഴിയുന്നില്ല, നമ്മൾ തയ്യാറാകുന്നില്ല. അങ്ങനെ നമ്മൾ പഠിക്കുകയാണെങ്കിൽ ഇമാം നമ്മോട് ആവർത്തിച്ച് പറഞ്ഞ 2 പ്രാവശ്യം ഓതിയ സൂക്തം ഞാനിവിടെ ആമുഖമായി ഓതി. സൂറത്തു ആലി ഇംറാനിലെ 31-ാമത്തെ സൂക്തം, ഖുലിൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി, ഖുലിൻ കുൻതും തുഹിബ്ബൂനല്ലാഹ, നിങ്ങൾ പറയുക റസൂലെ, താങ്കൾ പറഞ്ഞു കൊടുക്കുക, ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ, നിങ്ങൾ അല്ലാഹുവിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഫത്തബിഊനി, നിങ്ങൾ എന്നെ പിൻപറ്റുക. അല്ലാഹുവിനെ ആരെങ്കിലും സ്നേഹിക്കുന്നുവെങ്കിൽ അള്ളാഹുവിന്റെ റസൂലിനെയാണ് അവർ പിൻപറ്റേണ്ടത്. അങ്ങനെ അള്ളാഹുവിന്റെ റസൂലിനെ ആരെങ്കിലും പിൻപറ്റിയാൽ യുഹ്ബിബുക്കുമുല്ലാഹ്, അള്ളാഹു നിങ്ങളെ ഇഷ്ടപ്പെടും. വയഗ്ഫിർ ലക്കും ദുനൂബക്കും, നിങ്ങളുടെ പാപങ്ങൾ അവൻ നിങ്ങൾക്ക് പുറത്തു തരും. വല്ലാഹു ഗഫൂറുർ റഹീം, കാരണം പാപങ്ങൾ പൊറുക്കാൻ കഴിയുന്നവൻ അള്ളാഹു മാത്രമാണ്. ഖുർആൻ പഠിപ്പിക്കുന്ന വിശ്വാസമാണ് പാപങ്ങൾ പൊറുക്കാൻ കഴിയുന്നത് അള്ളാഹുവിന് മാത്രമാണ്. അടിമ പാപം ചെയ്താൽ ഉടമയോടാണ് പശ്ചാത്തപിക്കേണ്ടത്, മറ്റാരോടും പശ്ചാത്തപിച്ചിട്ട് കാര്യമില്ല. ലോകത്ത് മഹാഭൂരിഭാഗം ആളുകളും അള്ളാഹുവിന്റെ പ്രവാചകനായ യേശു ക്രിസ്തുവിനോട് പശ്ചാത്തപിക്കുന്നു. അതേപോലെ തന്നെ യേശു ക്രിസ്തുവിന്റെ പ്രതിദാനം ചെയ്യുന്ന ആളുകളാണെന്ന രൂപത്തിൽ പള്ളിയിലെ അച്ഛന്മാരോട് കുമ്പസരിക്കുന്നു. അങ്ങനെയുള്ള അച്ഛന്മാരോട് കുമ്പസരിക്കുന്ന, പാതിരിമാരോട് പാപങ്ങൾ ഏറ്റുപറയുന്ന, അതേപോലെ തന്നെ ഇടയാളന്മാരിലൂടെ ദൈവത്തിലേക്ക് അടുക്കുന്ന വ്യത്യസ്തമായിട്ടുള്ള ഗോത്ര മതവിഭാഗങ്ങൾക്കിടയിൽ നിന്നും, അതേപോലെ തന്നെ ജൂത ക്രൈസ്തവ മതവിഭാഗങ്ങൾക്കിടയിൽ നിന്നും ഇസ്ലാമിനെ വേർതിരിക്കുന്നത് അടിമയും ഉടമയും നേരിട്ടാണ് ബന്ധം. അള്ളാഹുവിനോട് നേരിട്ടാണ് അവൻ പറയുന്നത്, ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ, നിന്നോട് മാത്രമേ ഞങ്ങൾ ഞങ്ങളുടെ സഹായം ചോദിക്കുകയുള്ളൂ, നിന്നോട് മാത്രമേ ഞങ്ങൾ സഹായാർത്ഥന നടത്തുന്നുള്ളൂ, നിന്നെ മാത്രമേ ഞങ്ങൾ ആരാധിക്കുന്നുള്ളൂ, നിന്നോട് മാത്രമേ ഞങ്ങൾക്ക് ചോദിക്കാനുള്ളൂ എന്ന് ഉറപ്പിച്ചു പറയുന്ന ആളുകൾ അവരെന്തെങ്കിലും പാപങ്ങൾ ചെയ്തു പോയാൽ, തെറ്റുകൾ ചെയ്തു പോയാൽ അതും അവർ പറയുന്നത് ആ റബ്ബിനോടാണ്. അങ്ങനെയാണ് അവരെ പഠിപ്പിച്ചിട്ടുള്ളത്. സൂറത്ത് തഹ്രീമിലും അത് ആവർത്തിച്ചു പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു തൂബൂ ഇലല്ലാഹ്, യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ സത്യവിശ്വാസികളെ, തൂബൂ ഇലല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിലേക്ക് പശ്ചാത്തപിക്കുക, അല്ലാഹുവിലേക്ക് പശ്ചാത്തപിക്കുക. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഒരു പാപവും ചെയ്യാത്ത, ഒരു തെറ്റും വരാത്ത അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, ഇന്നി അതൂബു ഇലൈഹി മിഅത മറ, ഒരു ഹദീസിൽ 70 മറ, ഞാൻ 100 പ്രാവശ്യം അല്ലെങ്കിൽ 70 പ്രാവശ്യം എല്ലാ ദിവസവും അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്തുന്നു. ഒരു പാതകവും ചെയ്യാത്ത, ഒരു കുറ്റവും വരാത്ത ലോകത്ത് സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ ഏറ്റവും ശ്രേഷ്ഠരായ റസൂലുള്ളാഹി അങ്ങനെ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ, അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്തുന്നുവെങ്കിൽ നമുക്ക് നൽകിയ പാഠം എന്താണ്? മനുഷ്യരെ, വിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവിലേക്ക് ഇസ്തിഗ്ഫാർ നടത്തുക, അള്ളാഹുവിനോട് പാപമോചനം ചെയ്യുക. അങ്ങനെ അള്ളാഹുവിനോട് പാപമോചനം ചെയ്യുകയും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ആളുകൾ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ റസൂലിനെ പൂർണ്ണമായി പിൻപറ്റണം. ഇത് പഠിപ്പിക്കുന്നത് അള്ളാഹുവാണ്. അള്ളാഹുവിന്റെ റസൂലിനെ പൂർണ്ണമായും പിൻപറ്റണമെന്ന് പറഞ്ഞാൽ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യാത്ത ഒരു കാര്യം മറ്റുള്ള ആളുകളൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. ലോകത്തുള്ള എല്ലാ മതവിഭാഗങ്ങൾക്കും ആഘോഷങ്ങളുണ്ട്, നമുക്കും വേണം ആഘോഷം എന്ന് പറഞ്ഞുകൊണ്ട് ആരെങ്കിലും മറ്റുള്ള മതവിഭാഗങ്ങളുടെ ആഘോഷത്തെ കടമെടുക്കുകയാണെങ്കിൽ അത് റസൂൽ തന്റെ ദീൻ പൂർത്തിയാക്കിയിട്ടില്ല എന്ന് പറയുന്നതിന് സമാനമാണ്. ലോകത്ത് ശ്രീകൃഷ്ണ ജയന്തി വരുമ്പോൾ, ശ്രീകൃഷ്ണന്റെ ജന്മദിനം വരുമ്പോൾ നമ്മുടെ നാട്ടിലെ കുട്ടികളെ റോഡിൽ അണിനിരത്തിക്കൊണ്ടും ശോഭയാത്ര നടത്തിക്കൊണ്ട് ആ ശ്രീകൃഷ്ണന്റെ 5632ാമത്തെ ജന്മദിനമെന്ന് ബാനർ എഴുതിക്കൊണ്ട് നമ്മുടെ നാട്ടിലെ ഹൈന്ദവർ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷിക്കുന്നു, കുട്ടികളെ വെച്ച് റാലി നടത്തുന്നു. ശരിയാണ്. അതേപോലെ തന്നെ ശ്രീനാരായണ ഗുരുവിന്റെ ജന്മദിനം വരുമ്പോൾ SNDPക്കാർ ആ ശ്രീനാരായണ ഗുരുവിന്റെ പടം വെച്ചുകൊണ്ട് റാലി നടത്തുന്നു. ശരിയാണ്. യേശു ക്രിസ്തുവിന്റെ ജന്മദിനം വരുമ്പോൾ ക്രിസ്മസ് അപ്പൂപ്പനെ മുന്നിൽ നിർത്തിക്കൊണ്ട് കുട്ടികളെ പിറകിലാക്കിക്കൊണ്ട് നമ്മുടെ നാട്ടിലെ ആളുകൾ അങ്ങനെ റാലി നടത്തുന്നു. ശരിയാണ്. പക്ഷേ ഇമാം ഊന്നി പറഞ്ഞൊരു വിഷയം, ആരെങ്കിലും ആരെങ്കിലും മറ്റ് ഇതര സമൂഹങ്ങളെ പിൻപറ്റാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ഫഹുവ മിൻഹു, അവൻ അവരിൽപ്പെട്ടവനാണ്. ആരെങ്കിലും റസൂലിനെ പിൻപറ്റാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആ മനുഷ്യൻ റസൂലിന്റെ ആളാണ്, അല്ലെങ്കിൽ ദീനുൽ ഇസ്ലാമിനാണ്.
വളരെ ഗൗരവത്തോടു കൂടി അവർക്കൊക്കെ കുട്ടികളെ അണിനിരത്തിക്കൊണ്ടുള്ള റാലിയും ആ കുട്ടികളൊക്കെ മധുരപലഹാരം വിതരണം ചെയ്യുകയും ചെയ്യുമ്പോൾ നമ്മുടെ കുട്ടികൾക്കും എന്തുകൊണ്ട് ആയിക്കൂടാ എന്നും ചിന്തിക്കുന്നവരല്ല യഥാർത്ഥ മുസ്ലിം. മറിച്ച് എനിക്കെന്റെ റസൂൽ, എനിക്കെന്റെ മതം, എനിക്കെന്റെ റബ്ബ് ആഘോഷങ്ങൾ അനുവദിച്ചു തന്നിട്ടുണ്ട്. എല്ലാ മനുഷ്യർക്കും ആഘോഷിക്കാനുള്ള മനസ്സിൽ അഭിവാഞ്ചയുണ്ടാകും, ത്വരയുണ്ടാകും, ആഗ്രഹമുണ്ടാകും. ആ ആഗ്രഹത്തെ ഇസ്ലാം ഒരിക്കലും അടിച്ചമർത്തുന്നില്ല. അറിഞ്ഞുകൊണ്ട് തന്നെ രണ്ട് ആഘോഷങ്ങൾ മുസ്ലിങ്ങൾക്ക് അള്ളാഹു നൽകി, ഈദുൽ ഫിത്തറും ഈദുൽ അദ്ഹായും. ആ ആഘോഷങ്ങൾക്ക് പ്രത്യേകമായിട്ടുള്ള കാരണവുമുണ്ട്. അങ്ങനെ രണ്ടാഘോഷങ്ങൾ മുസ്ലിങ്ങൾക്ക് നൽകിയ അള്ളാഹു ആ സുദിനം എല്ലാവർക്കും ആസ്വദിക്കാൻ വേണ്ടി, ആഹ്ലാദിക്കാൻ വേണ്ടി, അത് എല്ലാവർക്കും ഉണ്ടാകാൻ വേണ്ടി അതിന്റെ നമസ്കാര വേദി പോലും റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ സമൂഹത്തിന്റെ പാതിയാണ് സ്ത്രീകൾ. നമ്മുടെ നാട്ടിൽ ലിംഗസമത്വത്തെ കുറിച്ചും വളരെ വലിയ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. മുസ്ലിം സമുദായത്തിലെ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമില്ല, അവർക്ക് ഒന്നും ലഭിക്കുന്നില്ല, അവരെ അടിച്ചമർത്തുകയാണ്. ഒരിക്കലും ഇസ്ലാമിനെ കുറിച്ച് അറിയാത്ത ആളുകളാണെന്ന് പറയുന്നത്. ഇസ്ലാം ഒരിക്കലും സ്ത്രീകൾക്ക് തുല്യ പദവി എന്നത്, തുല്യ നീതി എന്നത് ഇസ്ലാം നൽകാതിരുന്നിട്ടില്ല. മറിച്ച് ലിംഗ സമത്വം അത് ലോകത്ത് സാധ്യമല്ല എന്നതും എല്ലാവർക്കും അറിയാവുന്ന വസ്തുതയാണ്. എല്ലായിടങ്ങളിലും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വേറെ വേറെ റിസർവേഷൻ നടത്തുന്നതും, അതേപോലെ തന്നെ എല്ലായിടങ്ങളിലും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വേറെയാക്കുന്നത് ഇസ്ലാം മാത്രമല്ല, മുസ്ലിങ്ങൾ മാത്രമല്ല, ലോകത്തെല്ലാ മനുഷ്യരും എല്ലായിടത്തും നടത്തുന്നതാണ്. ലിംഗസമത്വം സാധ്യമല്ല. പക്ഷേ ലിംഗനീതി, സ്ത്രീക്കും പുരുഷനും ഒരുപോലെ നീതി അത് ഇസ്ലാം നൽകുന്നുണ്ട്. നിങ്ങളിൽ നിന്നും ആണാകട്ടെ പെണ്ണാകട്ടെ അമൽ സ്വാലിഹാത്ത് ചെയ്താൽ അവൻ അതിന്റെ പ്രതിഫലം ലഭിക്കും, അവൾക്ക് അതിന്റെ പ്രതിഫലം ലഭിക്കുന്നു വളരെ വ്യക്തമായിട്ട് ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ലിംഗനീതി പഠിപ്പിക്കുന്ന ഖുർആൻ, അങ്ങനെയുള്ള ഇസ്ലാം പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈദുൽ അദ്ഹയുടെയും ഈദുൽ ഫിത്തറിന്റെയും നമസ്കാരം ആഘോഷം എന്തുകൊണ്ട് പള്ളിയിലേക്ക് പുറത്തേക്കാക്കി എന്ന് ഈ മുഫസ്സിരീങ്ങളും മുഹദ്ദിസീങ്ങളും വിശദീകരിക്കുന്നു. ജിൽബാബില്ലാത്ത ആളുകൾക്ക്, പെണ്ണുങ്ങൾക്ക്, സ്ത്രീകൾക്കും ജിൽബാബ് കടം കൊടുത്തുകൊണ്ട് അവരെ നിങ്ങൾ കൊണ്ടുപോകണമെന്നും, അതേപോലെ തന്നെ പ്രകൃത്യാ സ്ത്രീകൾക്കുണ്ടാകുന്ന പ്രശ്നമാണ്, പ്രയാസമാണ് ആർത്തവം. ആർത്തവകാരികൾക്ക് പള്ളിയിൽ വരാൻ കഴിയില്ല. വർഷത്തിൽ ഒരിക്കലുള്ള ആഘോഷം, വർഷത്തിൽ 2 പ്രാവശ്യമുള്ള ആഘോഷം, ആ ഒരു കാരണത്താൽ സമൂഹത്തിന്റെ പാതി ആ സ്ത്രീകൾക്ക് നഷ്ടപ്പെടരുത് എന്ന അഷ്റഫുൽ ഖൽഖ് തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദീർഘദർശനമാണ്. പള്ളിയിൽ നിന്നും മുസല്ലയിലേക്ക്, പള്ളിയിൽ നിന്നും ഈദ്ഗാഹിലേക്ക് എല്ലാവർക്കും ഒരുമിച്ച് കൂടിയിരിക്കാൻ, അവിടെ ആഹാരം പോലും, ആ നാട്ടിലെ പ്രധാനപ്പെട്ട ആഹാരം പോലും ആ ആളുകൾക്കിടയിൽ വിതരണം ചെയ്യാൻ വേണ്ടി ഈദുൽ ഫിത്തറിനോടനുബന്ധിച്ച് മുഖ്യാഹാരമായ അരിയും, അല്ലെങ്കിൽ ഇവിടെ ഗോതമ്പാണെങ്കിൽ, ബജറയാണെങ്കിൽ, കാരക്കയാണെങ്കിൽ ആ മുഖ്യാഹാരവും ബലിപെരുന്നാളിനോടനുബന്ധിച്ച് ആ ആളുകൾക്കിടയിൽ ബലിമാംസവും വിതരണം ചെയ്തുകൊണ്ട് ആഘോഷങ്ങളിൽ എല്ലാവരെയും പങ്കാളികളാക്കാനുള്ള ആ കാരണം കൂടി, അതിനുള്ള നടപടിക്രമങ്ങൾ കൂടി പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഈദുൽ ഫിത്തറിന്റെ ആഘോഷത്തെ കുറിച്ച് ഖുർആൻ തന്നെ പറഞ്ഞത്, ഖുൽ യാ അയ്യുഹന്നാസ്, അല്ലയോ മനുഷ്യരെ, ഖദ് ജാഅതുകും മൗഇദത്തും മിർ റബ്ബികും വശിഫാഉൻ ലിമാ ഫിസ് സുദൂർ, മനുഷ്യരെ നിങ്ങൾക്കിതാ അല്ലാഹുവിന്റെ അടുക്കൽ നിന്നുള്ള ഒരു മാർഗ്ഗദർശനം വന്നിരിക്കുന്നു. ഖദ് ജാഅതും മൗഇദത്തും മിർ റബ്ബികും വശിഫാഉൻ ലിമാ ഫിസ് സുദൂർ, നിങ്ങളുടെ ഹൃദയങ്ങൾക്കകത്തുള്ള രോഗങ്ങൾക്ക് ശമനമായിക്കൊണ്ട് ഈ ഖുർആൻ ഇത് അവതരിപ്പിച്ചിരിക്കുന്നു. വഹുദൻ വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ, അതേപോലെ തന്നെ സത്യവിശ്വാസികൾക്ക് ഹുദയായിക്കൊണ്ട്, കാരുണ്യമായിക്കൊണ്ട്. ഖുൽ പറഞ്ഞു കൊടുക്കുക, ബിഫദ്ലില്ലാ, അല്ലാഹുവിന്റെ അനുഗ്രഹം കൊണ്ടാണത്, വബിറഹ്മതിഹി, അവന്റെ കാരുണ്യം കൊണ്ടുമാണത്, ഫബിദാലിക ഫൽയഫറഹു, അതുകൊണ്ട് ഈ ഖുർആൻ അല്ലാഹു ഇറക്കിയത് കൊണ്ട് നിങ്ങൾ സന്തോഷിച്ചു കൊള്ളട്ടെ. ഫബിദാലിക ഫൽയഫറഹു ഹുവ ഖൈറും മിമ്മാ യജ്മഊൻ, നമ്മൾ ശേഖരിക്കുന്ന, നമ്മൾ ഒരുമിച്ച് കൂട്ടുന്ന മറ്റേതൊരു കാര്യത്തെക്കാളും നമുക്ക് ഏറ്റവും ഉത്തമം ഈ ഖുർആനാണെന്ന് അല്ലാഹു പറഞ്ഞു. ആ സന്തോഷമാണ് ശഹ്റു റമദാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൽ ലിന്നാസി വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ, സൂറത്ത് ബഖറയിലെ 183-ാമത്തെ സൂക്തം. ശഹ്റു റമദാൻ, റമദാൻ മാസം, ആ മാസത്തിലാണ് അല്ലാഹു ഈ ഖുർആൻ ഇറക്കിയത്. ആ മാസത്തിൽ ഹാജറുള്ളവർ നോമ്പ് നോൽക്കട്ടെ. അങ്ങനെ ഫലിതുക്മിലുൽ ഇദ്ദത ഫലിതുകബ്ബിറുല്ലാഹു അലാ മാ ഹദാകും, നിങ്ങൾ ആ എണ്ണം പൂർത്തിയാക്കിയാൽ അല്ലാഹു നിങ്ങൾക്ക് നൽകിയ ഈ ഹുദയുടെ പേരിൽ, അനുഗ്രഹത്തിന്റെ പേരിൽ, മാർഗദർശനത്തിന്റെ പേരിൽ എണ്ണം പൂർത്തിയാക്കി നിങ്ങൾ ആഘോഷിക്കുകയും പെരുന്നാൾ ആഘോഷിക്കുകയും ചെയ്യട്ടെ. അങ്ങനെ ആഘോഷം വിശ്വാസികൾക്ക് അല്ലാഹു നിശ്ചയിച്ചെന്നു. ഇനി അല്ലാഹു നിശ്ചയിക്കാത്ത, പ്രവാചകൻ പഠിപ്പിക്കാത്ത ഒരു ബർത്ത്ഡേ ആഘോഷം മറ്റു മതസ്ഥരിൽ നിന്നും നമ്മൾ കടമെടുക്കുകയാണെങ്കിൽ, ഇമാം ഖുതുബയിൽ നമ്മോട് ആവർത്തിച്ച് പറഞ്ഞു, ആരും ഇതിന്റെ പേരിൽ ഒരു കക്ഷിത്വം വിചാരിക്കേണ്ടതില്ല. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏതെങ്കിലും ഒരു പ്രവാചകന്റെ ബർത്ത്ഡേ ആഘോഷിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് ചെയ്യാം.
പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബർത്ത്ഡേ ഏതെങ്കിലും ഒരു സഹാബി ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കത് ചെയ്യാമെന്ന് മാത്രമല്ല നമ്മളത് കെങ്കേമമായി ആഘോഷിക്കണം. പക്ഷേ അവരാരും ആഘോഷിക്കാത്തതിന്റെ ഒരു പ്രധാന കാരണം ഇമാം ഖുതുബയിൽ പറഞ്ഞു. ഒന്ന്, റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ മറ്റുള്ള മതസ്ഥരുടെ അന്യായമായിട്ടുള്ള ആ കർമ്മങ്ങളെ സ്വീകരിക്കാറില്ല, അവരുടെ ആഘോഷങ്ങളെയും ആചാരങ്ങളെയും തിരുമേനി സ്വീകരിക്കാറില്ല. രണ്ടാമത്തെ പ്രധാന കാരണം റബീഉൽ അവൽ 12 എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് ലോക ചരിത്രത്തിൽ. എന്താണ് ആ ദിവസത്തിന്റെ പ്രത്യേകത? അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകത്തോട് മല്ലടിച്ച് കിടക്കുമ്പോൾ, മരണത്തെ മുഖാമുഖം കണ്ടിരിക്കുമ്പോൾ ചുറ്റും കൂടിയ സഹാബാക്കൾ മുഴുവൻ ഗദ്ഗദഘട്ടരായി കണ്ണീരടക്കാൻ കഴിയാതെ മനസ്സ് നൊമ്പരപ്പെട്ടു നിൽക്കുന്ന ഒരു ദിവസം. അഷ്റഫുൽ ഖൽഖ് കണ്ണടച്ചുകൊണ്ട് ലോകത്തോട് വിടവാങ്ങിയ ദിവസമാണ്. അഷ്റഫുൽ ഖൽഖിന്റെ ജനനം അത് റബീഉൽ അവൽ 9-നാണെന്നും 12-നാണെന്നും 27-നാണെന്നും വ്യത്യസ്തമായ അഭിപ്രായമുണ്ട്. കാരണം റസൂൽ ജനിച്ചത് ഒരു രാജകുമാരനായിട്ടില്ല, ലോകത്തറിയപ്പെട്ടൊരു മഹാനായിട്ടല്ല, മറിച്ച് അനാഥനായ ഒരു കുട്ടിയായിട്ട്. പിതാവ് ജനനത്തിന് മുൻപേ മരണപ്പെട്ടു. മാതാവിന്റെ സംരക്ഷണയിൽ വളരെ കുറച്ചു കാലം ജീവിക്കാനുള്ള സൗഭാഗ്യമേ ആ അനാഥ കുട്ടിക്ക് ലഭിച്ചുള്ളൂ, അഷ്റഫുൽ ഖൽഖിന് ലഭിച്ചുള്ളൂ. അങ്ങനെ തീർത്തും നിസ്സഹായനായ പ്രയാസങ്ങളിലൂടെ, പ്രതിസന്ധികളിലൂടെ, അക്ഷരാഭ്യാസം പോലും ലഭിക്കാതെ ആടുകളെ മേച്ചു നടന്നുകൊണ്ട്, അതേപോലെ തന്നെ കച്ചവടം ചെയ്ത് ഉപജീവനം നടത്തിക്കൊണ്ട് ജീവിച്ചിരുന്ന ഒരു അറബി നാട്ടിലെ, ആ മക്കയിലെ ഒരു സാധാരണക്കാരനായ കുട്ടിയായിരുന്നു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ നുബുവത്ത് കിട്ടുവോളം. പക്ഷേ നുബുവത്ത് കിട്ടിയപ്പോഴാണ് റസൂലിനെ കുറിച്ച് ലോകമറിയുന്നത്, റസൂലിന്റെ ആദർശം ലോകത്ത് പരക്കുന്നത്. അതുകൊണ്ട് തന്നെ ലോകത്ത് റസൂലിന്റെ വഫാത്ത് ഒരു വലിയ സംഭവമായിരുന്നു. ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല. അഷ്റഫുൽ ഖൽഖ് ഈ ലോകത്തോട് വിടവാങ്ങിയത് റബീഉൽ അവൽ 12-നാണെന്ന വിഷയത്തിൽ ലോകത്താർക്കും തർക്കമില്ല. മഹാനായ ഗോളശാസ്ത്രജ്ഞൻ മുഹമ്മദ് ഖുദരിബക്കിന്റെ അഭിപ്രായം പോലും റബീഉൽ അവൽ 9-നാണ്, ഏപ്രിൽ 20 ഈ റസൂലിന്റെ ജന്മദിനം ഒത്തുവരുന്നെന്നാണ്. അങ്ങനെ വ്യത്യസ്തമായ അഭിപ്രായമുള്ള ഒരു വിഷയം ഒരു ഭാഗത്തും, റസൂൽ വഫാത്തായത് 12-നാണെന്നും വളരെ വ്യക്തമായിട്ടുള്ള ദിവസം ഒരു ഭാഗത്തും. നമ്മുടെ നാട്ടിലൊക്കെ വെള്ളിയാഴ്ചകളിൽ പാരായണം ചെയ്യാറുള്ള നബാത്തി കുത്തുബുകളിലെ ആർക്കെങ്കിലും അത് ലഭ്യമാവുകയാണെങ്കിൽ നിങ്ങൾ അതൊന്നെടുത്ത് റബീഉൽ അവലിൽ 5 കുത്തുബുകൾ ഒന്ന് ഓതി നോക്കുക, വായിച്ചു നോക്കുക. എവിടെയും ഒരു ആഘോഷത്തെക്കുറിച്ച് ഒരു പരാമർശവുമില്ല എന്ന് മാത്രമല്ല, 1ഉം 2ഉം കുത്തുബുകൾ, 1ാമത്തെയും 2ാമത്തെയും ആഴ്ചയിലെ കുത്തുബുകൾ വളരെ സങ്കടത്തോടുകൂടി, വളരെ വൈകാരികമായി മാത്രം ഇമാമുകൾക്ക് പറയാൻ കഴിയുന്ന റസൂലിന്റെ മരണവേദനയെക്കുറിച്ചും ആ അന്ത്യനിമിഷങ്ങളെക്കുറിച്ചും അതിനുശേഷമുള്ള സംഭവങ്ങളെക്കുറിച്ചും ഒക്കെയാണ് 1ഉം 2 കുത്തുബുകൾ. എന്തേ അവിടെയൊന്നും റസൂലിന്റെ ബർത്ത്ഡേ ആഘോഷത്തെക്കുറിച്ച് ഒരു പരാമർശം? ഒന്നും വേണ്ട. നമ്മൾ സാധാരണയായിട്ട് മദ്രസയിലേക്ക് ഒരു കുട്ടി ഒരു കേക്കുമായിട്ട് വരുന്നു. ആ കുട്ടി പറയുന്നു, ഉസ്താദേ, ഇന്ന് എന്റെ ഉമ്മയുടെ അല്ലെങ്കിൽ ഉപ്പയുടെ ബർത്ത്ഡേ ആഘോഷമാണ്, നിങ്ങൾ ഈ കേക്ക് സ്വീകരിക്കണമെന്ന് പറഞ്ഞാൽ കക്ഷിഭേദമില്ലാതെ, നിങ്ങൾ ഒരു സമൂഹത്തിന്റെ ഒരു സംഘടനയുടെയും ആളായി ചിന്തിക്കേണ്ട, കക്ഷിഭേദമില്ലാതെ ഏതൊരു മദ്രസയിലെയും ഉസ്താദ് പറയും, ഈ കേക്ക് കൊണ്ടുവരലും ബർത്ത്ഡേ ആഘോഷിക്കലും മോനെ നമ്മുടെ ആഘോഷമല്ല, അത് മറ്റുള്ളവർ ചെയ്യുന്നതാണ്. ഹാപ്പി ബർത്ത്ഡേ ടു യു എന്ന് പറഞ്ഞുകൊണ്ട് കേക്കിൽ ഊതുന്നതും മെഴുകുതിരി കത്തിക്കുന്നതും അതൊക്കെ മറ്റുള്ളവരുടെ സംസ്കാരമാണെന്ന് എല്ലാ വിഭാഗങ്ങളും ഒരുപോലെ പറയുന്ന വിഷയമാണ്. എന്തേ ആ കുട്ടിയുടെ മനസ്സിൽ അങ്ങനെ ഒരു ചോദ്യം തിരിച്ചു ചോദിച്ചാൽ, മുഹമ്മദ് നബിയുടെ ബർത്ത്ഡേ ആഘോഷിക്കാൻ പറ്റുമെങ്കിൽ എന്റെ ബർത്ത്ഡേ, എന്റെ കുടുംബത്തിലെ എന്റെ ഉമ്മയുടെ ബർത്ത്ഡേ, എന്റെ ഉപ്പയുടെ ബർത്ത്ഡേ, അല്ലെങ്കിൽ മരിച്ചുപോയ എന്റെ വല്യപ്പയുടെ ബർത്ത്ഡേ എന്തുകൊണ്ട് ആഘോഷിച്ചുകൂടാ എന്നും ആ കുട്ടി ചോദിച്ചാൽ പോലും, ഒരു ചെറിയ കുഞ്ഞിന്റെ സംശയത്തിന് പോലും മറുപടി കൊടുക്കാൻ പറ്റാത്ത വിധം എന്തിന് നമ്മൾ ചൂളിപ്പോകണം? എന്തിന് നമ്മൾ മറ്റുള്ളവരുടെ ആചാരങ്ങളെ, ആഘോഷങ്ങളെ കടമെടുക്കണം? അതൊരു വിഭാഗീയത പറയുന്നതല്ല. മതം എന്ന് പറയുന്നത് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ ജീവിതത്തിലൂടെ കാണിച്ചതിനെ തൃപ്തിപ്പെടുകയാണെങ്കിൽ, മൻ ഹബ്ബ സുന്നത്തി ഫഖദ് ഹബ്ബനി, ആരെങ്കിലും എന്റെ ചര്യയെ സ്നേഹിക്കുകയാണെങ്കിൽ അവൻ എന്നെ സ്നേഹിച്ചു. മൻ ഹബ്ബനി കാന മഈ ഫിൽ ജന്ന, ആരെങ്കിലും എന്നെ സ്നേഹിക്കുകയാണെങ്കിൽ അവൻ എന്റെ കൂടെ സ്വർഗത്തിലായിരിക്കും. റസൂലിന്റെ ചര്യയെ സ്നേഹിച്ചാൽ നമ്മൾ റസൂലിനെ സ്നേഹിച്ചു. റസൂൽ പറയുന്നത് കേട്ടാൽ നമ്മൾ റസൂലിനെ സ്നേഹിച്ചു. നമുക്കൊരു കുഞ്ഞുണ്ട്, ആ കുഞ്ഞ് നാം പറയുന്നതൊന്നും കേൾക്കാറില്ല. പക്ഷെ അവൻ പറയുന്നു, അവൻ പിതാവിനെ കുറിച്ച് പുറത്തിറങ്ങിയാൽ ഗാനമേളക്ക് നല്ല പാട്ട് പാടുന്നു, ഉപ്പാനെ കുറിച്ചും ഉമ്മാനെ കുറിച്ചും നല്ല ഗാനങ്ങൾ ആലപിക്കുന്നു. പക്ഷെ ആ മാതാപിതാക്കൾ പറഞ്ഞ് ഒന്നും അവൻ കേൾക്കുന്നില്ല. അവൻ പറയുന്നത്, ആ മാതാപിതാക്കൾ പറയുന്നത് അവൻ അനുസരിക്കുന്നില്ല. അവനെ ആരും നല്ല കുട്ടിയെന്ന് പറയുകയില്ല. പാട്ടിലൂടെ, പുകഴ്ത്തലിലൂടെ അല്ല, അനുസരണയിലൂടെയാണ്, പിൻപറ്റലിലൂടെയാണ് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കേണ്ടത്. അതാണ് ഇമാം ആദ്യമായിട്ട് ഓതി വെച്ച, അതേപോലെ നിങ്ങളുടെ മുൻപിൽ ഞാനും ആവർത്തിച്ച് പറഞ്ഞ, ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി, നിങ്ങൾ അല്ലാഹുവിനെ സ്നേഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ എന്നെ പിൻപറ്റുക എന്ന് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു പറയാൻ പറഞ്ഞത് വളരെ ഗൗരവമുള്ള വിഷയമാണ്. നിങ്ങളത് ഏതെങ്കിലും ആളുകളുടെ തർക്ക വിതർക്കങ്ങളിൽ നിന്ന് പഠിക്കേണ്ടതല്ല. അള്ളാഹുവിന്റെ റസൂലിന്റെ
ഹദീസുകളിൽ ഈ വിഷയത്തെക്കുറിച്ച് എന്ത് പറയുന്നു? അള്ളാഹുവിന്റെ കിതാബിൽ ഈ വിഷയത്തെക്കുറിച്ച് എന്ത് പറയുന്നു? ആളുകൾ ഇത് പറയുന്ന ആളുകൾ പോലും പറയുന്നത് തിങ്കളാഴ്ച വ്രതത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അന്നാണ് ഞാൻ ജനിക്കപ്പെട്ടത്. തിങ്കളാഴ്ച ദിവസം നോമ്പ് നോൽക്കാനുള്ള ഹദീസിൽ അതുണ്ട്. അതുകൊണ്ട് തെളിവ് കിട്ടുന്നത് എല്ലാ തിങ്കളാഴ്ചയും നോമ്പ് നോൽക്കണമെന്നാണ്. മിഠായി തിന്നാനോ മധുരപലഹാരങ്ങൾ വിതരണം ചെയ്യാനോ പായസം വെച്ച് കുടിക്കാനോ റസൂൽ തിരുമേനി വഫാത്തായ ദിവസം ആഹ്ലാദിക്കാനോ അതൊരിക്കലും തെളിവാവുകയില്ല. നോമ്പ് നോൽക്കാൻ അത് വ്യക്തമായ തെളിവാണ് താനും. അതേപോലെ നിങ്ങൾ ഏതൊരു വിഷയം എടുത്ത് പരിശോധിച്ചാലും ആളുകൾക്ക് ഭക്ഷണം കൊടുക്കേണ്ട എന്നല്ല പറയുന്നത്, ആളുകൾ റസൂലിനെ കുറിച്ച് മദ്ഹ് പറയേണ്ട എന്നല്ല പറയുന്നത്. ഇവിടെ മതത്തിൽ ബർത്ത്ഡേ ആഘോഷം എന്നൊരു പതിവ് മറ്റെല്ലാ മതവിഭാഗങ്ങളിലും നമ്മൾ കാണുന്നു. അത് ഇസ്ലാമിൽ ഉണ്ടോ? ഇസ്ലാമിൽ അതിന്റെ ശർഈയായിട്ടുള്ള വിധി എന്താണ്? അതാണ് നമ്മൾ അന്വേഷിക്കേണ്ടത്. ബർത്ത്ഡേ ആഘോഷത്തിന്റെ ഇസ്ലാമിക വിധി എന്ത് എന്നാണ് നമ്മൾ അന്വേഷിക്കേണ്ടത്. അതൊരു കുഞ്ഞിൻ്റെതായാലും അങ്ങനെ തലക്കയുള്ള മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആയാലും ബർത്ത്ഡേ ആഘോഷത്തിന്റെ ഹുക്ം എന്ത്? മതത്തിൽ അതിന്റെ വിധി എന്ത്? അത് ഫർളാണോ? അത് സുന്നത്താണോ? അത് ഹലാലാണോ? അത് കറാഹത്താണോ? അതോ അത് ഹറാമാണോ? അല്ല, ഈ കാര്യങ്ങളിലൊന്നും പെടാത്തതാണെങ്കിൽ മതത്തിൽ പിന്നീട് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷം ആളുകൾ പുതുതായിട്ട് ഉണ്ടാക്കിയതിനാണ് ബിദ്അത്ത് എന്ന് പറയുക. അതാണോ എന്നാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. സത്യമായി മനസ്സിലാക്കാനും അതിനെക്കുറിച്ച് പഠിക്കാനും ചിന്തിക്കാനും അങ്ങനെ നമ്മൾ ഒരു സംഘത്തെയും ഒരു നേതാവിനെയും അന്ധമായിട്ട് അനുകരിക്കേണ്ടതില്ല. റസൂൽ തിരുമേനി അല്ലാതെ റസൂലിന് ശേഷം എല്ലാ മനുഷ്യന്മാർക്കും തെറ്റുപറ്റും. എത്ര വലിയ ഇമാമിങ്ങളാണെങ്കിലും ഏത് സംഘടനയുടെ നേതാവാണെങ്കിലും അവർക്കൊക്കെ തെറ്റുപറ്റാം. എല്ലാവർക്കും അതിൽ കക്ഷിഭേദമില്ല. അവർ പറഞ്ഞത് പിന്നീട് മാറ്റി പറയേണ്ടി വന്നിട്ടുണ്ട്. എല്ലാ ആളുകളിലുമുണ്ട്. ഏത് ആളുകൾ പ്രതികരിക്കുന്നതാണെങ്കിലും ഏത് വിഭാഗത്തെ എടുക്കുകയാണെങ്കിലും അവർക്കൊക്കെ ഒന്നല്ലെങ്കിൽ ഒന്ന് മാറ്റി പറയേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് മാറ്റി പറഞ്ഞിട്ടില്ല. ഖുർആനിൽ ഒരു കാര്യം നമുക്ക് മതവിധിയാക്കിയത് മാറ്റേണ്ടി വന്നിട്ടില്ല. അതുകൊണ്ട് മാറ്റത്തിരുത്തുകൾക്ക് വിധേയമാകാത്ത, ഒരിക്കലും മാറ്റേണ്ടി വരാത്ത വിശുദ്ധ ഖുർആനും തിരുസുന്നത്തുമാണ് നമുക്ക് ജീവിതത്തിന്റെ ആധാരമാകേണ്ടത്. ആ ഒരു ബോധം, ആ ഒരു ചിന്ത, ആ ഒരു വിചാരം നമ്മുടെ മനസ്സിലുണ്ടാകണം. ഈ സന്ദർഭത്തിൽ പ്രത്യേകിച്ചും ലോകത്ത് 2 ആഘോഷം ഒരേ ദിവസം എന്ന രൂപത്തിൽ നിരന്തരമായിട്ട് പോസ്റ്റുകൾ ഒഴുകി നടക്കുന്നു, 24-നും 25-നും. അങ്ങനെയാണെങ്കിൽ 25-ന്റെ ആഘോഷവും മുസ്ലിങ്ങൾ സമുചിതമായിട്ട് ആഘോഷിക്കേണ്ട ബർത്ത്ഡേ ആഘോഷത്തിന്റെ ഹുക്ം അത് സുന്നത്താണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ബർത്ത്ഡേ ആഘോഷം പോലെ തന്നെയാവുമല്ലോ മറ്റു പ്രവാചകന്മാരുടെ ബർത്ത്ഡേ ആഘോഷവും. നാളെ ക്രിസ്മസ് ദിനവും അല്ലെങ്കിൽ ഇന്നത്തെ ക്രിസ്മസ് ദിനവും ഇതേപോലെ സമുചിതമായിട്ട് ആഘോഷിക്കാൻ ആരെങ്കിലും തയ്യാറാകുമോ? ഇല്ലെങ്കിൽ അതിനെന്താണ് കാരണം? അതൊക്കെ ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളായിട്ട് നമ്മിൽ അവശേഷിക്കും. പ്രവാചകന്മാർക്കിടയിൽ യാതൊരു ഡിസ്ക്രിമിനേഷനും യാതൊരു വിവേചനവും കാണിക്കാൻ പാടില്ല. മൂസാ നബിയെയും ഈസാ നബിയെയും ഇബ്രാഹിം നബിയെയും മുഹമ്മദ് നബിയെയും നമ്മൾ ബഹുമാനിക്കുന്നു, സ്നേഹിക്കുന്നു. ആ പ്രവാചകന്മാരെ നമ്മൾ വിശ്വസിക്കുന്നു. ആ പ്രവാചകന്മാരുടെ പേര് കേൾക്കുമ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നും അലൈഹി സ്വലാത്തു വസ്സലാം എന്നുമൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുന്നു. അവർക്ക് ശാന്തിയും സമാധാനവും ഉണ്ടാകാൻ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ പ്രവാചകന്മാരുടെ ആഘോഷങ്ങളെ അല്ലെങ്കിൽ അവരുടെ ജന്മദിനങ്ങളെ ആഘോഷങ്ങളാക്കി തീർക്കുന്ന പ്രവണതയെക്കുറിച്ച് നമ്മൾ പഠിക്കുക. ഞാനിത് പറയുന്നത് കൊണ്ട് നിങ്ങൾ അന്ധമായിട്ട് അതങ്ങനെ സ്വീകരിക്കണമെന്നില്ല. ഈ വിഷയം ഇമാം ഖുതുബയിൽ പറഞ്ഞ, ഞാൻ പരിഭാഷപ്പെടുത്തിയ ഈ വിഷയം ഖുർആനിലെ ആയത്തുകളുടെ അർത്ഥം അങ്ങനെ തന്നെയാണോ? അല്ലെങ്കിൽ അതിനെ വിശദീകരണമായിട്ട് ഹദീസുകളിൽ കാണുന്ന വകുല്ലു മുഹ്ദസത്തിൻ ബിദ്അ എന്നോർത്ത് എല്ലാ ബിദ്അത്തും നരകത്തിലേക്കാണെന്ന് ഹദീസിലുണ്ടോ ഇല്ലയോ? അതൊക്കെയാണ് നിങ്ങൾ പഠിക്കേണ്ടത്. തെളിവുകളെ സ്വീകരിക്കാനും അതിനെക്കുറിച്ച് പഠനം നടത്താനും അങ്ങനെ നിങ്ങൾക്ക് ബോധ്യമായത് മനനം ചെയ്ത് മനസ്സിലായത് സ്വീകരിക്കാനുമുള്ള അതാണ് നമ്മുടെ ഈമാൻ. അല്ലാതെ നമ്മളെല്ലാവരും ഓരോരുത്തരും ഒറ്റക്കൊറ്റക്കാണ് കബറിടത്തിലേക്ക് പോകേണ്ടത്. നാളെ പരലോകത്തും അങ്ങനെ തന്നെയാണ്. ഖുർആൻ പരിചയപ്പെടുത്തുന്ന പരലോകം വളരെ ഭയാനകമാണ്. ആരും ആരെയും ശ്രദ്ധിക്കുകയില്ല. ഇദാ ജാഅത്തിസ് സോഹ, ആ ഘോര അട്ടഹാസം വന്നാൽ യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി, മനുഷ്യൻ അവന്റെ സഹോദരന്മാരിൽ നിന്നും, യൗമ യഫിറുൽ മർഉ, ഓരോ മനുഷ്യനും ഓടുന്ന ദിവസം, മിൻ അഖീഹി, അവന്റെ സഹോദരനിൽ നിന്ന്, വസ്വാഹിബത്തിഹി വബനീഹി, അവന്റെ ഭാര്യമാരിൽ നിന്നും മക്കളിൽ നിന്നും, വഉമ്മിഹി വഅബീഹി, ഉമ്മയിൽ നിന്നും വാപ്പയിൽ നിന്നും ഒക്കെ ഓടി ഓടിക്കുന്ന ദിവസം. ആരെയും ശ്രദ്ധിക്കുകയില്ല. നമ്മൾ ആർക്കൊക്കെ വേണ്ടിയാണോ, ആരൊക്കെ പ്രീതിപ്പെടുത്താനാണോ, ആരൊക്കെ സ്നേഹിച്ചുകൊണ്ടാണോ നമ്മളിതൊക്കെ അറിഞ്ഞിട്ടും അറിയാത്തതുപോലെ അഭിനയിച്ചത്, അവരിൽ നിന്നൊക്കെ നമ്മൾ ഓടിയൊളിക്കും. സൂറത്ത് അബസയിലെ അവസാന ഭാഗത്ത് പറയുന്നതാണ്, നിങ്ങൾക്ക് പരിശോധിക്കാം. ഓരോ മനുഷ്യർക്കും യൗമൈദിൻ, അന്നേ ദിവസം, അവനവന്റെ കാര്യം മാത്രം മതിയാകും. അങ്ങനെയുള്ള ഭയാനകമായ പ്രയാസമേറിയ ശിക്ഷകൾ പാറിപ്പറക്കുന്ന അഗ്നികോണങ്ങളെ, വലിയ കൊട്ടാര സമാനമായ തീപ്പൊരികൾ ചിതറുന്ന നരകാഗ്നിയെ കൺമുൻപിൽ കാണുന്ന ദിവസം,
ആ ദിവസം നമ്മുടെ കർമ്മങ്ങൾ നഷ്ടപ്പെട്ടു പോകരുത്. സൂറത്ത് കഹഫിൽ നമുക്ക് സുപരിചിതമാണ്. നമ്മൾ വെള്ളിയാഴ്ചകൾ പാരായണം ചെയ്യാറുണ്ട്. 102-ാമത്തെയും 103-ാമത്തെയും ആയത്ത് നിങ്ങൾ നോക്കി നോക്കുക. ഖുൽ ഹൽ നുനബ്ബിഉകും ബിൽ അഖ്സരീന അഅമാല അല്ലദീന ളല്ല സഅയ്യുഹും ഫിൽ ഹയാത്തി ദുനിയ വഹും യഹ്സബൂന അന്നഹും യുഹ്സിനൂന സുൻആ. ഖുൽ ഹൽ നുനബ്ബിഉകും, ഖുൽ നബിയെ പറഞ്ഞു കൊടുക്കുക, ഹൽ നുനബ്ബിഉകും, ഞാൻ നിങ്ങൾക്ക് വിവരം തരട്ടെയോ, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ. ഖുൽ ഹൽ നുനബ്ബിഉകും ബിൽ അഖ്സരീന അഅമാല, അമലുകൾ മുഴുവൻ പൊളിഞ്ഞുപോയ, അമലുകൾ മുഴുവൻ ബാത്തിലായി പോയ ആളുകളെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ. ആരാണവർ? അല്ലദീന ളല്ല സഅയ്യുഹും ഫിൽ ഹയാത്തി ദുനിയ, ദുനിയവിയായ ജീവിതത്തിൽ അവർ കുറെ പ്രവർത്തിച്ചിട്ടുണ്ട്. പക്ഷെ അവരുടെ സഅയൊക്കെ, അവരുടെ പരിശ്രമമൊക്കെ വല്ല അത് വഴിപിഴച്ചു പോയി. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞതുപോലെ, ഖുർആൻ പഠിപ്പിച്ചതുപോലെ അല്ല അവർ പരിശ്രമിച്ചത്. അങ്ങനെ കുറെ അമലുകൾ ചെയ്ത് നാളെ പരലോകത്തെത്തുമ്പോൾ ആ അമലുകളൊക്കെ പാറിപ്പോയ, ഒന്നുമല്ലാതായി പോയ ആളുകളാണ് അമലുകൾ മുഴുവൻ പൊളിഞ്ഞു പോയവൻ. റസൂൽ പഠിപ്പിച്ചു, മനിൽ മുഫ്ലിസ്, ആരാണ് പാപ്പരായവൻ? ഇങ്ങനെ ഒന്നും ലഭിക്കാതെ പരലോകത്ത് നരകത്തിൽ പോകേണ്ടി വരുന്ന ആളുകൾ. നമുക്കൊക്കെ ആ നരകത്തിൽ രക്ഷപ്പെടണം, സ്വർഗം ലഭിക്കണം. മറ്റൊന്നും നമ്മുടെ മുൻപിലില്ല. ആളുകളുടെ വലുപ്പ ചെറുപ്പമല്ല, സംഘടനയുടെ ഭൂരിപക്ഷവും ന്യൂനപക്ഷവുമല്ല. അങ്ങനെയാണെങ്കിൽ ഖുർആൻ തന്നെ പറഞ്ഞ ഒരു വിഷയമാണ് സൂറത്ത് യൂസുഫിൽ. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഏറ്റവും കൂടുതൽ ആളുകൾ അള്ളാഹുവിൽ അധികം ആളുകളും വിശ്വസിക്കുന്നില്ല. ഇല്ലാ വഹും മുശ്രിക്കൂൻ, അവർ ശിർക്ക് ചെയ്തിട്ടല്ലാതെ എന്നും വളരെ വ്യക്തമായിട്ട് ഖുർആൻ പഠിപ്പിക്കുന്ന വിഷയമാണ്. അള്ളാഹു വിശ്വസിക്കുന്നത് ശിർക്ക് ചെയ്തുകൊണ്ടാണ് അധികം ആളുകളും എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു സംഘടനയുടെ നേതാവല്ല, അള്ളാഹുവാണ്. സൂറത്ത് യൂസുഫിലെ 106-ാമത്തെ സൂക്തം നിങ്ങൾ ഓതി നോക്കുക. അതിന്റെ അർത്ഥം ഏതെങ്കിലും പരിഭാഷയിൽ ഞാൻ ഈ പറഞ്ഞതുപോലെ അല്ലാതെ കൊടുത്തിട്ടുള്ളത് നോക്കുക. അങ്ങനെ വളരെ കൃത്യമായ, വളരെ ശ്രദ്ധിക്കേണ്ട, നമ്മുടെ ജീവിതം കൊണ്ടാണ് നാം കളിക്കുന്നത്. ഈ ലോകത്ത് നശ്വരമായ ജീവിതമല്ല, അനന്തമായ, ഒരിക്കലും അവസാനിക്കാത്ത, അറ്റമില്ലാത്ത പരലോകത്തെ ജീവിതം കൊണ്ടാണ് നമ്മൾ കളിക്കുന്നത്. വളരെ ശ്രദ്ധയോടുകൂടി, വളരെ സൂക്ഷ്മതയോടുകൂടി പഠിച്ചറിഞ്ഞ് ആരാണ് പറയുന്നത് ശരിയെന്ന് തിരിച്ചറിഞ്ഞ ശേഷം അത് സ്വീകരിക്കാനും പിൻപറ്റാനുമുള്ള ബാധ്യത മുസ്ലിങ്ങളായ, ബുദ്ധിയുള്ള, വിവേകമുള്ള, വിവേചന ശക്തിയുള്ള നമുക്കുണ്ട്. അള്ളാഹു അതുകൊണ്ടാണ് നമ്മളെ ഉലുൽ അൽബാബ് എന്ന് പറഞ്ഞത്. അഥവാ അങ്ങനെ ചിന്തിക്കുന്ന, പഠിച്ചറിയുന്ന. എത്രയോ സ്ഥലത്താണ് അഫലാ തഅഖിലൂൻ, നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? അഫലാ തദബ്ബറൂൻ, നിങ്ങൾ ആലോചിച്ച് മനസ്സിലാക്കുന്നില്ലേ? അഫലാ തഅഖിലൂൻ, നിങ്ങൾ ബുദ്ധി കൊടുക്കുന്നില്ലേ? അഫലാ യൻദുറൂൻ, നിങ്ങൾ നിരീക്ഷിക്കുന്നില്ലേ? പഠിച്ചറിഞ്ഞ് നിരീക്ഷിച്ച് മനസ്സിലാക്കി ബോധ്യപ്പെട്ടതിന് ശേഷം നിങ്ങൾ സ്വീകരിക്കുക. അതേതാണെങ്കിലും നിങ്ങൾ പഠിക്കണം, ഞാൻ പഠിക്കണം. നമ്മളാരും സമ്പൂർണ്ണരല്ല, നമ്മളാരും മാസൂമികളല്ല, നമ്മളാരും എല്ലാ അറിയുന്ന ആളുകളല്ല. നമുക്കൊക്കെ പോരായ്മകളുണ്ട്. എനിക്കും നിങ്ങൾക്കും ജീവിതത്തിൽ ഇനിയും അറിയാത്ത എത്രയോ ഭാഗങ്ങളുണ്ട്. പഠിക്കാനും അറിയാനും, പഠിച്ചത് ശരിയായി മനസ്സിലാക്കിയത് സത്യമാണെന്ന് ബോധ്യപ്പെട്ടത് ജീവിതത്തിൽ സ്വീകരിക്കാനും അള്ളാഹു നമുക്ക് അനുഗ്രഹം നൽകുമാറാകട്ടെ. അങ്ങനെ സത്യത്തെ സത്യമായിട്ടും അസത്യത്തെ അസത്യമായിട്ടും മനസ്സിലാക്കാനും, സത്യത്തെ സ്വീകരിക്കാനും അസത്യത്തെ തിരസ്കരിക്കാനുമുള്ള ഈമാനും മാനസികമായ സന്നദ്ധതയും അവസരവും അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ.